ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പലപ്പോഴും ഈ ചാനലിലേക്ക് പല ആൾക്കാരെയും ക്ഷണിച്ചതെന്ന് പറയുന്നത് നിങ്ങളെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ ചില ആൾക്കാരെങ്കിലും വിചാരിക്കുന്നുണ്ട്, ശരിക്കും ഞാനിവിടെ ബ്ലോഗിങ്ങിനെ കുറിച്ചും SEO കുറിച്ചും ആഡ്സെൻസിനെ കുറിച്ചും ഒക്കെയാണല്ലോ പഠിപ്പിക്കുന്നത്, ഇത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങുമായിട്ട് എന്തുവാണ് ബന്ധം? അപ്പോൾ ഇത്തരം ഒരു സംശയം പലപ്പം തോന്നിയേക്കാം. അതുപോലെ തന്നെ ഒരു ബിസിനസ് ഉള്ള ഒരാൾ ഈ ചാനൽ കണ്ടുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇത്തരം ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിൽ തോന്നിയേക്കാം, ചിലത് ചോദിച്ചിട്ടില്ലെങ്കിൽ പോലും. അപ്പോൾ അതിനുള്ള ഒരു മറുപടി ആയിക്കോട്ടെ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ തുടക്കം തന്നെ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ ആ ബെൽ ഐക്കണോടൊന്ന് അമർത്തിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓരോ വീഡിയോകൾ ഇടുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന സമയത്ത് നിങ്ങൾ എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് മനസ്സിലാക്കണം. അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ടുള്ളതാണ്. അതിൽ ശരിക്കും പറഞ്ഞാൽ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ വെബ് ഡെവലപ്മെൻറ്റ് വരുന്നുണ്ട്, അതുപോലെ ഇമെയിൽ മാർക്കറ്റിംഗ് വരുന്നുണ്ട്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് വരുന്നുണ്ട്, അതുപോലെ PPC വരുന്നുണ്ട്. ഈ പേപ്പർ ക്ലിക്ക് എന്ന് പറയുന്ന സംവിധാനം, അത് നമുക്കറിയാം, ആഡുകൾ, ഫേസ്ബുക്ക് ആഡ് അല്ലെങ്കിൽ ഗൂഗിൾ ആഡ്, ഇത്തരം കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ ഒരുപാട് ഇത്തരത്തിലുള്ള കുറേ അധികം കാര്യങ്ങൾ ചേർന്നിട്ടുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് വെബ്സൈറ്റാണ്. ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ വളർച്ചയാണ്, അല്ലെങ്കിൽ വെബ്സൈറ്റിലൂടെയുള്ള നമ്മുടെ ബിസിനസ്സിൻ്റെ വളർച്ചയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു ബിസിനസ്സിന് ഒരു വെബ്സൈറ്റ് വേണമെന്ന് പറയുന്നതിനെക്കുറിച്ച് മാത്രമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അതുപോലെ മുകളിൽ അതിൻ്റെ ലിങ്ക് വന്ന് കാണും. ഞാൻ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ഇതിനകത്ത് പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വെബ്സൈറ്റിൻ്റെ പ്രാധാന്യമാണ്. പിന്നെന്ന് പറയുന്നത് പലതരം ടൂളുകളുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. നമുക്കറിയാം, അനലിറ്റിക്സ് അല്ലെങ്കിൽ ഒപ്റ്റിമൈസേഷന് വേണ്ടിയുള്ള ടൂള്, ഇതെല്ലാം നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത്, ഞാൻ എന്തുകൊണ്ടാണ് ഈ ബ്ലോഗിങ്ങിലും അതുപോലെ തന്നെ SEOയിലും മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്, ഇത് പഠിച്ചതുകൊണ്ട് ഒരു ബിസിനസ് നടത്തുന്ന ഒരാൾക്ക്, ബിസിനസ് ഓണർക്ക് എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടോ എന്നാണ് പലപ്പോഴും തോന്നാറുള്ളത്. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ വന്നതിന് ശേഷം ആദ്യമേ നിങ്ങളെ അനലിറ്റിക്സ് ടൂളിനെ കുറിച്ചാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അതായത് നിങ്ങൾ വിചാരിക്കുക, അതായത് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് എവിടെയൊക്കെയാണ് നിങ്ങളുടെ പൊട്ടൻഷ്യൽ ബയർ ഇരിക്കുന്നത്, അതല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് ആൾക്കാർ വരുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല. അതിന് കാരണം എന്ന് പറയുന്നത്, ഈ ചാനൽ കാണുന്നതെന്ന് പറയുന്നത് അത്യാവശ്യം ഈ വിഷയത്തെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള അറിവുള്ളവരായിരിക്കും. വളരെ എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാരല്ല കൂടുതലും ഈ വീഡിയോകൾ കാണുന്നത്, പ്രത്യേകിച്ച് എൻ്റെ ചാനൽ. അതെന്ന് പറയുന്നത് വളരെ സാധാരണ ആൾക്കാർക്ക് വളരെ സിമ്പിളായ രീതിയിൽ പറഞ്ഞു കൊടുക്കുകയാണ് ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് പഠിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഇതെല്ലാം സ്വയം ചെയ്യാനായിട്ട് നിങ്ങളെ പ്രാപ്തരാക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ചാനലിൻ്റെ ലക്ഷ്യം. അതായത് നിങ്ങൾ മറ്റുള്ള ആൾക്കാർക്ക് വലിയ എമൗണ്ട് കൊടുത്ത് ചെയ്യുന്നതിന് പകരം നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിച്ചെടുക്കുക. അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കുക. അത് തന്നെയാണ് ഈ ചാനലിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തെന്ന് പറയുന്നത്, പലപ്പോഴും നമ്മൾ ഈ വെബ്സൈറ്റ് തുടങ്ങുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു വെബ്സൈറ്റ് തുടങ്ങാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നിൽ നിന്നും വേണം നമ്മളിത് തുടങ്ങാനായിട്ട്. പലപ്പോഴും നമുക്കറിയാം, ഈ ചാനലിൻ്റെ ആദ്യ സമയത്തുള്ള വീഡിയോകൾ നോക്കിയാൽ അറിയാൻ പറ്റും, കൃത്യമായിട്ട് അതിൻ്റെ ഒരു ബ്രാൻഡിങ് സൈഡിൽ നിന്നാണ് തുടങ്ങി വരുന്നത്. എങ്ങനെയാണ് ഒരു പേര് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുക, അതല്ലെങ്കിൽ ഒരു ലോഗോ എങ്ങനെ തിരഞ്ഞെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെബ്സൈറ്റിലേക്ക് വരുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബേസിക്കായിട്ട് നമുക്ക് പഠിച്ചിരിക്കേണ്ടതെന്നുള്ളത് നിങ്ങളെ ഞാൻ ഈ ചാനലിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വന്നതിന് ശേഷം പലപ്പോഴും പല ആൾക്കാരും എന്നെ തന്നെ വിളിക്കാറുണ്ട്, ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു നിൽക്കുന്ന ആളാണ്, പക്ഷേ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യണമെന്ന് അറിയത്തില്ല. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു കോഴ്സ് ഞാൻ ചെയ്തു, അതിനുശേഷം എനിക്കൊരു കമ്പനിക്ക് വേണ്ടി വർക്കൊക്കെ ചെയ്യണമെന്നുണ്ട്, പക്ഷേ എവിടെ തുടങ്ങണമെന്ന് അറിയത്തില്ല. അത്തരക്കാരോട് ഞാൻ പലപ്പോഴും പറയാറുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നിങ്ങളൊരു ബ്ലോഗ് തുടങ്ങുക. നിങ്ങൾ എഴുതാൻ കഴിവുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് കണ്ടന്റ് എഴുതുക. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയൊക്കെ കൊണ്ട് കണ്ടന്റ് എഴുതിയതിനു ശേഷം നിങ്ങൾ പഠിക്കുക. അതായത് നമ്മൾ ആ ബ്ലോഗ് ഡെവലപ്പ് ചെയ്ത് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതല്ലായിരിക്കണം നമ്മുടെ ലക്ഷ്യം. നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡയറക്റ്റായിട്ട് പഠിക്കുകയാണ്. നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ ഒരു ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോഗ്, വെബ്സൈറ്റ് ഒക്കെ എല്ലാം സെയിം തന്നെയാണ്. പക്ഷേ നമുക്കറിയാം, ബ്ലോഗിലാണെന്നുണ്ടെങ്കിൽ പുതിയ കണ്ടന്റുകൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് ആദ്യം വരുന്നു എന്നുള്ള പ്രത്യേകത മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു ബ്ലോഗ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാവും. അതിനുശേഷം അതിൻ്റെ SEOയെക്കുറിച്ചും അതിൻ്റെ കണ്ടന്റ് എഴുതുന്ന രീതികളെക്കുറിച്ചും അതിൻ്റെ വെച്ചുകൊണ്ട് തന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ആഡ് കൊടുക്കുന്നത്, ഇതൊക്കെ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിയുന്ന സമയത്ത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് ഇറങ്ങുകയാണ്, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുകയാണ്. അതല്ലാതെ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിപ്പിച്ചാൽ ഒരിക്കലും അത് പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് ഒരു ഗുണവും ചെയ്യുകയില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചതിന് ശേഷം നിങ്ങൾ അതിൽ ഓരോന്ന് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സംശയം ഉണ്ടാകുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ നമ്മൾ തിരയുന്നു. ഇപ്പോൾ എൻ്റെ ചാനലിൽ തന്നെ എല്ലാ വിഷയത്തിനുമുള്ള സൊല്യൂഷൻ ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല.
മറ്റ് ചാനലുകൾ നമ്മൾ കാണുന്നു. അപ്പോൾ നമ്മളുടെ അറിവെന്ന് പറയുന്ന ആ മേഖലയിലേക്ക് നല്ല രീതിയിൽ കൂടി വരും. അതിനുശേഷം നമ്മളത് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. അപ്പോൾ ഓരോ ബിസിനസ് ഓണറും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പിന്നെ അതിനോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് നമ്മൾ മണി മേക്കിങ്ങിനെ കുറിച്ച് കൂടുതൽ സ്പെസിഫൈ ചെയ്ത് പറയുന്നത്? നമുക്കറിയാം, ഒരു എൻ്റർപ്രണർ ഒരു വെബ്സൈറ്റ് ഉണ്ട്, അതിലേതൊരു ബിസിനസ്സും ഉണ്ട്. പക്ഷെ ഒരു വെബ്സൈറ്റ് നമ്മൾ വളർത്തുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്നൊരു ചെറിയൊരു ഏണിംഗ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ നമുക്കറിയാം കുറേ ആൾക്കാർ ഇത് ഏണിങ്ങിന് വേണ്ടി മാത്രം തുടങ്ങുന്നവരുണ്ട്, കണ്ടന്റ് മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്നവർ. അവർക്കും നമുക്ക് പ്രയോജനകരമായ രീതിയിൽ വേണം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മളൊരു ബിസിനസ്സും ഉണ്ട്, നമ്മൾ അത്യാവശ്യം എഴുതാനുള്ള കഴിവുണ്ട്, നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ തന്നെയാണ് എഴുതുന്നത്. അതിനോടൊപ്പത്തിൽ ഒരു ചെറിയ വരുമാനം കൂടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ചെയ്യാനുള്ള താല്പര്യം കൂടും. ആ മേഖല നമ്മുടെ ഇൻട്രസ്റ്റ് കൂടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിനുവേണ്ടി കുറേ അധികം സമയം മാറ്റി വെക്കാനും കുറച്ച് നേരം മെനക്കെടാനും നമുക്ക് തോന്നും. കാര്യം അത് ഒന്നുമേ ഒരു ബെനിഫിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ ചിലപ്പോൾ അത് ഇടയ്ക്ക് വെച്ച് നമുക്ക് നിന്ന് പോയേക്കാം. പക്ഷേ ഒരു വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത് നല്ല രീതിയിൽ ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ആർട്സ് സെൻസിനെ കുറിച്ച് ഞാൻ കുറച്ച് വിശദമായിട്ട് തന്നെ ഇതിനകത്ത് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ചാനൽ എന്ന് പറയുന്നത് മണി മേക്കിംഗ് പഠിപ്പിക്കുക എന്നുള്ളതല്ല ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു ബിസിനസ് ഓണർക്ക്, അല്ലെങ്കിൽ ഒരു സ്മാൾ ബിസിനസ് അല്ലെങ്കിൽ സ്മാൾ ടു മീഡിയം വരുന്ന ബിസിനസ് ഓണർക്ക് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുക, അദ്ദേഹത്തിന് എങ്ങനെയാണ് അത് ബ്രാൻഡ് ചെയ്യാൻ പറ്റുക, എങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റ് ചെയ്യാം, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ തുടർന്നാണെങ്കിലും ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പം ഈ അടുത്ത സമയത്ത് കുറച്ച് ആർട്സിസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ അധികം വീഡിയോകൾ നമ്മൾ ചെയ്ത സമയത്ത് ഒരുപാട് ആൾക്കാർ സംശയം ചോദിക്കുന്നുണ്ട്. അപ്പം നമുക്കത് വിട്ട് കളഞ്ഞിട്ട് പോകാനായിട്ട് പറ്റത്തില്ല. കാരണം ഇത് ചെയ്യുന്നവർക്ക് എന്ന് പറയുന്നത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇൻസെൻറ്റീവ്, അതായത് ഒരു ബൂസ്റ്റ് കിട്ടാനായിട്ട് തീർച്ചയായിട്ടും ഇത് സഹായിക്കുന്നുണ്ടെങ്കിൽ ആർട്സ് സെൻസും കൂടെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. തുടർന്ന് നമ്മൾ ഇടയ്ക്ക് കുറച്ച് 1-2 ആർട്സ് സെൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോകളോടെ ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ കാണണം. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അല്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും തെറ്റിദ്ധരിക്കരുത്, നിങ്ങളെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ട് ഞാൻ ബ്ലോഗിംഗ് ഒക്കെയാണ് പഠിപ്പിക്കുന്നത് എന്ന് വിചാരിക്കരുത്. ഇതെല്ലാം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതിനുശേഷം നമുക്ക് സോഷ്യൽ മീഡിയയിലേക്ക് പഠിക്കാനായിട്ട് പറ്റും. ഇത് പഠിച്ചതിന് ശേഷം നമുക്കറിയാം സോഷ്യൽ മീഡിയ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്, പലപ്പോഴും നമ്മുടെ വെബ്സൈറ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന രീതിയിലായിരിക്കും നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ആഡ് പ്ലാറ്റ്ഫോമുകളുണ്ട്, ഗൂഗിൾ ആഡ്, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആഡ്, ഇൻസ്റ്റാഗ്രാം ആഡ്, ഇതുപോലുള്ള ആഡ് പ്ലാറ്റ്ഫോമുകളുണ്ട്. ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യമേ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചു വരികയാണെങ്കിൽ നമുക്ക് സ്വയം തന്നെ മനസ്സിലാവും ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. നിങ്ങളെ ഫ്രീ ആയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിപ്പിക്കാമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങളെ വന്നതിന് ശേഷം ഞാൻ ആദ്യം നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നിങ്ങളെത്തങ്ങ് പറയുകയാണ്. അതിനുശേഷം നേരെ ഞാൻ അനലിറ്റിക്സിലേക്കാണ് പോകുന്നത്, അതല്ലാന്നുണ്ടെങ്കിൽ സെർച്ച് കൺസോളിലേക്കാണ് പോകുന്നത്. അത് പഠിപ്പിച്ചു കഴിയുന്ന സമയത്ത് ഒപ്റ്റിമൈസേഷനെ കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ യോസ്റ്റ് പോലൊരു പ്ലഗിൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിക്കുക. എന്തായിരിക്കും അവസ്ഥ? തീർച്ചയായിട്ടും നിങ്ങൾ മനമടുത്തു പോകും. അത് കുറച്ച് കണ്ടതിന് ശേഷം നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല, ഇതെനിക്ക് പറ്റിയ കാര്യമല്ല എന്നുള്ള ഒരു രീതി മനസ്സിലങ്ങ് പതിയും. അപ്പം അതിനുശേഷം പിന്നെ നമ്മൾ മുന്നോട്ട് പഠിപ്പിക്കുന്നതൊന്നും ശ്രദ്ധിക്കാനായിട്ട് ചാൻസ് ഇല്ല, അല്ലേ തന്നെ അവർക്കത് മനസ്സിലാകുകയില്ല. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന ഒരു ബ്ലോഗിനെ കുറിച്ച് പറയുന്നു, അതിന് മുന്നേ ഹോസ്റ്റിങ്ങിനെ കുറിച്ച് പഠിപ്പിക്കുന്നു, ബ്ലോഗിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് പഠിപ്പിക്കുന്നു. ഇതെല്ലാം പഠിച്ചു വരുന്ന സമയത്ത് തന്നെ നമുക്കറിയാം ഒരു കോൺഫിഡൻസ് നമ്മളിൽ ബിൽഡ് ചെയ്യും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് തോന്നിക്കാണും, ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് കഴിയില്ല, അതല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന കാര്യമല്ല എന്ന് ചിന്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലുമൊക്കെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പറ്റുമെന്നൊരു തോന്നൽ ഇപ്പം തന്നെ വന്നു കാണും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ തോന്നൽ വന്നിട്ടുണ്ടെങ്കിൽ അത്രക്കാർ ഒന്ന് കമൻറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാര്യം എനിക്കൂടെ മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് അങ്ങനെ തോന്നി തുടങ്ങി എന്നുള്ളത്. അങ്ങനെ തോന്നിയെങ്കിൽ അത് നല്ല ലക്ഷണമാണ്. ഒരു കാരണവശാലും അത് നിങ്ങൾ വിട്ടുകളയരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് പറ്റും. നിങ്ങളെ ഓരോരുത്തരെയും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പെർട്ടാക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. അതെന്ന് പറയുന്നത് വളരെ സാവധാനത്തിലാണെന്ന് മാത്രം, അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾക്കൊരു ഒറ്റ രാത്രി കൊണ്ട് നിങ്ങളെ ഒരു എക്സ്പെർട്ടാക്കി മാറ്റാനൊന്നും എനിക്ക് കഴിയത്തില്ല. തീർച്ചയായിട്ടും നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് ഓരോ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഈ പറയുന്ന ബിസിനസ് ഓണേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരും വിട്ടുകളയണ്ട ഈ ചാനൽ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ തന്നെയായിരിക്കും മുന്നോട്ട് ഈ ചാനൽ പോകുന്നത്. അതുപോലെ തന്നെ ആർട്സ് സെൻസും കണ്ടന്റ് മാർക്കറ്റ് ചെയ്യുന്നവർക്കും കൃത്യമായിട്ടുള്ള സഹായങ്ങൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും, അതായത് ഈ പഠിപ്പീരിലൂടെ. അതുപോലെ തന്നെ നമുക്കറിയാം, വെറുതെ ഞാൻ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞിട്ട് കുറേ അധികം കാര്യങ്ങൾ ഞാൻ അതിൻ്റെ ടെക്നിക്സുകൾ നിങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവത്തില്ല. അതുകൊണ്ടാണ് വളരെ ബേസിക് ആയിട്ടുള്ള രീതിയിൽ എന്താണ് സെർച്ച് എഞ്ചിൻ, അല്ലെ എന്താണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനിൽ നിന്നാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു സീരീസ് ഓഫ് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പോയി നോക്കുക. കൃത്യമായിട്ട് 1, 2, 3 എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് വളരെ സിമ്പിളായിട്ട് ചെയ്തൊരു കാര്യമാണ്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രോ ലെവലിൽ നിന്നുകൊണ്ട് ചെയ്യാം, പക്ഷേ ഞാൻ അത് ഉദ്ദേശിക്കുന്നില്ല. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ചെറുകിടക്കാരായ ആൾക്കാർക്ക് ഇത് മനസ്സിലാകുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. അടുത്തൊരു സംശയം വന്നേക്കാം, ചില ആൾക്കാരുണ്ട് ഒട്ടുമേ അത് സ്വന്തം രീതിയിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ സമയം ഒട്ടും കാണത്തില്ല. അതല്ലെന്നുണ്ടെങ്കിൽ അവർ തന്നെ മറ്റ് അത്യാവശ്യം ക്യാഷ് ഉണ്ട്, വേറൊരാളെ ഹയർ ചെയ്തിട്ടാണ് ഒരു വെബ്സൈറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയെ ഏൽപ്പിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത്തരക്കാർക്ക് എങ്ങനെയാണ് ഈ ചാനൽ പ്രയോജനം ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
അവരൊക്കെ എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള അറിവ് കിട്ടും ഈ മേഖലയെക്കുറിച്ച്. നിങ്ങൾ ഒരാൾ ഒപ്റ്റിമൈസേഷന് വേണ്ടി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളെ പറ്റിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഇന്നൊക്കെയാണ് ഒപ്റ്റിമൈസേഷൻ, ഇന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരണം. അതല്ലെങ്കിൽ ആഡിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ഇതാണ്, ഈ രീതിയിൽ വേണം നിങ്ങൾ ചെയ്തു തരാനായിട്ട്. അതല്ലെങ്കിൽ അവർ കുറേ കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമുക്ക് പറയാം. ഇപ്പോൾ ഉദാഹരണം ഹോസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇന്ന ഹോസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അവരോട് പറയാൻ പറ്റും, നമുക്ക് ആദ്യം ഇന്നത് മതി, അതിനുശേഷം ഈ പറയുന്ന സൈറ്റ് ഒന്ന് മുന്നോട്ട് പോയതിനു ശേഷം നമുക്കത് മാറ്റാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ പ്ലഗിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഒരിക്കലും പ്ലഗിൻ എന്താണെന്ന് അറിയാത്തൊരു ആളെ സംബന്ധിച്ചിടത്തോളം ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ പല രീതിയിലുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞേക്കാം, അല്ലെങ്കിൽ മിസ്ലീഡ് ചെയ്യപ്പെട്ടേക്കാം. അതല്ലെങ്കിൽ കൃത്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ ചാർജ് കൂടുതൽ വാങ്ങിച്ചേക്കാം. അപ്പോൾ നിങ്ങളിത് സ്വന്തമായിട്ട് ചെയ്യുകയും ഇത് പഠിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് എവിടെ നിന്നാണോ നിങ്ങൾക്ക് സർവീസ് കിട്ടേണ്ടത് അത് ഒപ്റ്റിമം സർവീസ് നിങ്ങൾക്ക് മേടിച്ചെടുക്കാനായിട്ട് വരും. അതായത് കൃത്യമായ ക്യാഷിൽ കൃത്യമായ സർവീസ്. അതല്ലാതെ നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അറിവില്ലാതാണ് നിങ്ങൾ ഒരാളെ സമീപിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ വെട്ടിൽ വീണേക്കാം. അതുകൊണ്ട് ഒരിക്കൽ കൂടെ പറയുകയാണ്, നിങ്ങളൊരു ബിസിനസ് ഓണറാണ്, അതല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ബ്ലോഗ് ഏതോ മറ്റുള്ള ഒരു വിഷയമാണ്, അതല്ലെങ്കിൽ അത് എഴുത്തുകാർക്ക് വേണ്ടിയുള്ളതാണ് ബ്ലോഗ്. അതല്ലാതെ ഈ പറയുന്ന ബിസിനസ് ഓണറായിട്ടുള്ള എനിക്ക് ഗുണം ചെയ്യില്ല എന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. കാര്യം ഈ ബ്ലോഗിൽ കൂടെ സ്വന്തമായിട്ട് ചെയ്യുന്ന സമയത്താണ് നമുക്ക് പലതും നമ്മൾ പഠിക്കാനായിട്ട് വരുന്നത്. ഞാനാണെങ്കിൽ പോലും നമ്മൾ ബ്ലോഗ് തുടങ്ങി അത് ചെയ്തു തുടങ്ങിയ സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് ബ്ലോഗ് വളർത്താൻ വേണ്ടി ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ പഠിക്കുകയായിരുന്നു. അത് പഠിച്ച് വന്നപ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്നത് ഇതെല്ലാം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിരുന്നു, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിരുന്നു ഇതെല്ലാം. അപ്പോൾ നമുക്ക് വീണ്ടും നമുക്ക് ഇഷ്ടപ്പെട്ട മേഖലയിലേക്ക് നമ്മൾ പ്രത്യേക രീതിയിൽ ശ്രദ്ധിക്കുകയും ആ മേഖലയെക്കുറിച്ച് നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. അതുപോലെ ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ ചോദിക്കുക. എൻ്റെ കമൻറ്റ് സെക്ഷൻ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, അതിനകത്തൊരു രീതിയിലുള്ള സ്പാമും നമ്മൾ അലോ ചെയ്യത്തില്ല. അതൊരു നല്ലൊരു ഇൻട്രാക്ഷന് വേണ്ടിയുള്ള ഒരു സെഷനായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഈ ബ്ലോഗ് എന്ന് പറയുന്നത് മാറി നിൽക്കുന്ന ഒരു കാര്യമല്ലെന്നുണ്ടെന്നും ഒരു ബിസിനസ് ഓണർക്കാണെങ്കിൽ പോലും ഇത് പഠിച്ചാലേ ഏറ്റവും നല്ല രീതിയിൽ ഗുണം കിട്ടുമെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തുടർന്നും ഡിജിറ്റൽ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതായത് SEO അതല്ലാന്നുണ്ടെങ്കിൽ പറയുന്ന ഇമെയിൽ പ്രൊമോഷൻ, അതുപോലെ തന്നെ PPC ഇത്തരം കാര്യങ്ങളൊക്കെ തുടർന്ന് നമ്മൾ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കൂടാതെ നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആഡ്സെൻസ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റിംഗ് ഏരിയ ആണ് പലർക്കും. അത് ഞാൻ നിർത്തത്തില്ല, ഞാൻ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ വീഡിയോകളും കാണുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.